നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വലിയ പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് കടക്കുകയാണ്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ്. PCCകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായാണ് ഡൽഹിയിലും പ്രതിഷേധ മാർച്ച് ഉണ്ടായത്. മാർച്ച് ഇടയ്ക്ക് വെച്ച് പോലീസ് തടയുകയായിരുന്നു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി തന്നെ പ്രതിപക്ഷ സംഘടനകൾ നയിക്കുകയാണ്. ഇതിനിടയിൽ ഡൽഹിയിലുണ്ടായ പ്രതിഷേധത്തിൽ വലിയ തോതിലുള്ള സംഘർഷം. പ്രതിഷേധക്കാരെ ഇടയ്ക്ക് വച്ച് തന്നെ പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി. ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിഷേധക്കാരെ നമുക്ക് കാണാം. വിദ്യാർത്ഥികളുടെ ഭാവി, ഉദ്യോഗാർത്ഥികളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പരീക്ഷയിലുണ്ടായ ക്രമക്കേട്, അതിനെ തുടർന്നുണ്ടായ വിശ്വാസ്യത നഷ്ടപ്പെടൽ, ഇതെല്ലാം തന്നെ ഒരു തലമുറയെ മുഴുവൻ ഇരുട്ടിലാഴ്ത്തും എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുവെന്നാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത നഷ്ടമായ സ്ഥിതിക്ക് ടെസ്റ്റിംഗ് ഏജൻസി തന്നെ മറ്റൊരു രീതിയിലേക്ക് അതിലെ തെരഞ്ഞെടുപ്പ് ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനത്തിലുള്ള ക്രമക്കേടുകൾ ഇതെല്ലാം തന്നെ അന്വേഷിക്കണം. ये हमारी आवाज दबा नहीं पाएंगे। हम लगातार सड़कों पर संघर्ष करेंगे और जब तक युवाओं को उनका हक नहीं मिल जाता हमारी ये लड़ाई जारी रहेगी। പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രവർത്തകരോട് സംസാരിക്കാൻ പ്രതിഷേധക്കാർ ശ്രമിക്കുന്നുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിന് പ്രതിഷേധക്കാരോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെന്താണ് പറയുന്നത്? വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. जब तक कि युवाओं को उनका हक नहीं मिल जाता, नीट परीक्षाएं कैंसिल नहीं हो जाती, हम सड़कों पर रहेंगे और इस सरकार को चैन से बैठने नहीं देंगे। देखिए, भारतीय जनता पार्टी जो व्यापक घोटाला था मध्य प्रदेश का, उसको पूरे देश में लागू करने की कोशिश कर रही है। कांग्रेस पार्टी दृढ़ संकल्पित है कि जब तक युवाओं को उनका हक नहीं मिलेगा हम सड़कों पर സമരമാണ് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും നിരവധി പ്രവർത്തകർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സംഘർഷ സാഹചര്യമായ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്നത്. എന്തായാലും പ്രവർത്തകർ ഓരോരുത്തരായി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പോലീസ് പൂർണ്ണമായും PCC ഓഫീസ് കേന്ദ്രീകരിച്ചെത്തി അവിടുത്തെ പ്രവർത്തകരെ ഓരോരുത്തരായി കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. നേരത്തെ സമാധാനപരമായി ആരംഭിച്ച പ്രതിഷേധം പിന്നീട് വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDA പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനാണ് ആഹ്വാനം ചെയ്തത്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. പ്രവർത്തകരെ ഓരോരുത്തരായി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ BJP ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ സ്ഥലങ്ങളിലേക്ക് പലയിടങ്ങളിലാണ് ഇപ്പോൾ ഈ മാർച്ചുമായി പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ പലയിടങ്ങളിലെത്തിയ മാർച്ചിനെ പോലീസ് തടയുകയായിരുന്നു. പിന്നീട് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചു. ആ പ്രവർത്തകരെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. എന്തായാലും കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ PCC ഓഫീസ് കേന്ദ്രീകരിച്ച് നിലയുറപ്പിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനം നടത്തി തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. PCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ
നൂറുകണക്കിന് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം തന്നെ സമാനമായ നിലയിലുള്ള 500-ലധികം ആളുകൾ ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ PCC ഓഫീസിൽ തടിച്ചുകൂടി നിൽപ്പുണ്ട്. എന്തായാലും NTA പിരിച്ചുവിടണം, അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുള്ള മാർച്ചാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. രാവിലെ 11 മണിക്ക് ആരംഭിച്ച മാർച്ച് പിന്നീട് ഒരു ഘട്ടത്തിൽ BJP ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് തടയുകയും പിന്നീട് ഈ പ്രവർത്തകരടക്കം കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്മിത, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിതിൻ, ഈ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന ഈ ഒരു പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുകയാണ് പോലീസും. ഈ പോലീസിന് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായോ, അതോ ശാന്തമായ രീതിയിൽ മാർച്ച് നടത്തുന്നവരുടെ ഇടയിലേക്ക് പോലീസ് എത്തുന്നു, അവരെ തടയുന്നു, ആ രീതിയിലാണോ കാര്യങ്ങൾ പോയത്? സ്മിത, മാർച്ച് ആരംഭിച്ച ഘട്ടത്തിൽ PCC അധ്യക്ഷൻ നേതൃത്വത്തിൽ മാർച്ച് ആരംഭിച്ച ഘട്ടത്തിൽ സമാധാനപരമായാണ് മാർച്ച് ആദ്യം ആരംഭിച്ചത്. പക്ഷേ പിന്നീട് അത് വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു. പോലീസ് പ്രവർത്തകരോട് പിന്തിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ആ നടപടിയുടെ ഭാഗമായുള്ള പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദ്യം PCC അധ്യക്ഷനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് തന്നെ പ്രവർത്തകരെ ഓരോരുത്തരായി പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും ഈ പ്രതിഷേധം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ദേവേന്ദ്ര യാദവ്, PCC അധ്യക്ഷൻ अरे इसमें बैठ जाओ ना, बैठ जाओ इसमें बैठ जाओ. ഇപ്പോൾ ദൃശ്യത്തിൽ തന്നെ കണ്ടത് നിരവധി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ ഈ പ്രതിഷേധക്കാരെ പോലീസ് ഓരോരുത്തരെ നീക്കുന്നു. അതേസമയം തന്നെ BJP ഓഫീസിന് ചുറ്റുമുള്ള പലയിടങ്ങളിലും ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ബാരിക്കേഡ് മറികടന്ന് BJP ഓഫീസിലേക്ക് പോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അവരെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സമാനമായ നിലയിൽ തന്നെ NSU അതോടൊപ്പം ഇടതു വിദ്യാർത്ഥി സംഘടനകളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്കും കൂടാതെ മന്ത്രാലയത്തിലേക്കും മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. അവരെല്ലാം തന്നെ പോലീസ് ഇന്നലെ തടഞ്ഞിരുന്നു. എന്തായാലും ഇന്നത്തെ BJP ഓഫീസിൽ പ്രഖ്യാപിച്ച മാർച്ച് സംഘർഷഭരിതമായിരുന്നു. പ്രവർത്തകരെ കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം തന്നെ PCC ഓഫീസിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്മിത, നിതിൻ അംബുജനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായി തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ വിവിധ പ്രതിപക്ഷ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രതിഷേധം ഓരോ ഇടങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്. ബീഹാറിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു പ്രശ്നം അത് ബീഹാറിന് പുറത്തേക്കും പരിശോധനകളെല്ലാം തന്നെ വ്യാപിപ്പിക്കുന്നു. അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം, അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇങ്ങനെ വിവിധ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ DGP ഓഫീസിലേക്ക് PCCയുടെ നേതൃത്വത്തിലുണ്ടായ മാർച്ച് അത് പോലീസ് തടയുകയായിരുന്നു. പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളും ഉണ്ടായി. അതിനെ പ്രതിഷേധക്കാർ എതിർക്കുകയായിരുന്നു. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിതിൻ, ഏറെക്കുറെ ശാന്തമാകുന്നുണ്ടോ കാര്യങ്ങൾ, അതോ കൂടുതൽ വഷളാവുകയാണോ രംഗം? സ്മിത, നിലവിലിപ്പോൾ പ്രവർത്തകരെ പോലീസ് ഓരോരുത്തരായി കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ സംഘർഷത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ പ്രവർത്തകർ ഈ PCC ഓഫീസ് കേന്ദ്രീകരിച്ച് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വലിയ സുരക്ഷ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. കാരണം ഏത് നിമിഷവും സമാനമായ നിലയിലുള്ള പ്രതിഷേധം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിനെതിരെ അത്തരത്തിൽ ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ തെരുവിലുള്ളത്. ഇനി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ ഈ വിഷയം എന്തായാലും പ്രക്ഷുബ്ധമാകും. ആ ഒരു സാഹചര്യത്തിൽ തെരുവിൽ പരമാവധി ഈ വിഷയം പ്രതിഷേധമായി തന്നെ നിർത്താൻ തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രക്ഷോഭം പ്രഖ്യാപിച്ചത്. ആ ഒരു ഇപ്പോൾ പ്രതിഷേധമാണ് ഇവിടെ സംഘർഷത്തിൽ കലാശിക്കുകയും PCC അധ്യക്ഷനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. എന്തായാലും നിലവിലിപ്പോൾ PCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള 50ഓളം പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇനി കൂടുതൽ പ്രവർത്തകർ ഈ ഓഫീസ് കേന്ദ്രീകരിച്ചെത്താൻ സാധ്യത കണക്കിലെടുത്ത് സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കൂടാതെ ഈ BJP ഓഫീസിന്റെ മറ്റ് ഇടങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ് പോലീസിന്റെ സുരക്ഷ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിക്ക് സമീപവും ഇത്തരത്തിൽ തന്നെ NSUI അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലടക്കം ഇത്തരത്തിൽ വലിയ സുരക്ഷയിലൂടെ തന്നെയാണ് മുന്നോട്ട്
മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആ നിലയിൽ തന്നെ NTA പിരിച്ചുവിടണം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന് അത് സമ്മതിക്കുന്ന ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതോടൊപ്പം ഇന്നലത്തെ വാർത്താ സമ്മേളനവും അതിൽ വിശദീകരണം, അത് തൃപ്തികരമായ വിശദീകരണമല്ല മന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായത്. ഇതിൽ മന്ത്രി രാജിവെക്കാതെ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കില്ല. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാണെങ്കിൽ NTA പിരിച്ചുവിടണം. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മറുപടി നൽകുന്നില്ല? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഈ നീറ്റ് വിഷയത്തിലും അതോടൊപ്പം തന്നെ നെറ്റ് വിഷയത്തിലും ഉയർത്തി രംഗത്തുള്ളത്. അതിൻ്റെ എല്ലാം തന്നെ പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. നിലവിലിപ്പോൾ ഈ PCC ഓഫീസിലെ പ്രതിഷേധത്തിന് അല്പം ശാന്തമായിട്ടുണ്ട്. അതേസമയം തന്നെ കൂടുതൽ തുടർ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടുതൽ പ്രവർത്തകരോട് എത്താനുള്ള സാധ്യത കൂടി നിലവിലുണ്ട്. സ്മിത, നീറ്റ് നെറ്റ് ക്രമക്കേടുകളിൽ അതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ ഡൽഹിയിൽ കാണുന്ന പ്രതിഷേധത്തിന് കാരണം. PCCയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ, ധാരാളം പ്രവർത്തകർ അവിടെ കൂടിയിട്ടുണ്ട്. പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു. അതിനുശേഷം വലിയ സംഘർഷം. പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു. അല്പം സംഘർഷങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രതിഷേധം ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ തുടരുകയാണ് ഡൽഹിയിൽ. PCCയുടെ നേതൃത്വത്തിൽ നിതിൻ അംബുജനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്.